കേരളത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഭരണ പ്രതിസന്ധി രൂപപ്പെടുമ്പോഴെല്ലാം കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു സ്ഥിരം വാചകമുണ്ട്. നിങ്ങൾ കർണാടകത്തിലേക്ക് നോക്കൂ, എത്ര മനോഹരമായാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. കർണാടകത്തിലെ ആ കോൺഗ്രസ് സർക്കാരിന്റെ മനോഹരമായ ഭരണ നേട്ടങ്ങളിൽ ഒന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 38 മാസത്തെ ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ തൊഴിലാളികൾ ഈ വരുന്ന ഡിസംബർ 31 മുതൽ ഒരു അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൊഴിലാളികളും സംസ്ഥാന ലേബർ കമ്മീഷണറും തമ്മിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ചർച്ച തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തെ തുടർന്ന് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയിൽ തൊഴിലാളികളുടെ മുഴുവൻ ആവശ്യങ്ങളിലും അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ് പോലും ഡിസംബർ 31 മുതൽ നിരത്തിൽ ചലിക്കില്ല എന്നാണ് തൊഴിലാളികളുടെ പ്രഖ്യാപനം. തൊഴിലാളികൾ ഇത്തരമൊരു സമീപനത്തിലേക്ക് വരുന്നതിന് വളരെ വലിയ കാരണങ്ങളുണ്ട്. ഒന്ന്, 38 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് പഴയ തൊഴിലാളികൾക്കും നൽകാൻ ബാക്കിയുള്ളത്. അതിനു പുറമെ തൊഴിലാളികൾ പറയുന്നത് 8000-ലേറെ കോടി രൂപ 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കായി കർണാടക സർക്കാർ നൽകാൻ കുടിശ്ശികയായി ബാക്കിയുണ്ട് എന്നാണ്. കർണാടകയിൽ പ്രധാനമായും 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളാണുള്ളത്. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC. പിന്നൊന്ന് ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ. പിന്നൊന്ന് കല്യാണ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പിന്നൊന്ന് നോർത്ത് വെസ്റ്റേൺ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഈ 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിലും കീഴിൽ വരുന്നത് കർണാടക സർക്കാരിന് കീഴിലാണ്. ആ 4 കോർപ്പറേഷനുകൾക്കുമായി 8010 കോടി രൂപ കുടിശ്ശികയാണ് കർണാടക സർക്കാർ നൽകാനുള്ളത്. ഇതിന് പുറമെ 2020 ജനുവരി, അതായത് BJP സർക്കാർ ഭരിക്കുന്ന കാലം മുതലുള്ള 2023 ഫെബ്രുവരി വരെയുള്ള 38 മാസത്തെ കുടിശ്ശികയായി ജീവനക്കാർക്ക് നൽകാനുള്ളത് 1785 കോടി രൂപയാണെന്ന് കർണാടകയിലെ തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനോടൊപ്പം പ്രോവിഡന്റ് ഫണ്ട് ഇനത്തിൽ 2900 കോടി രൂപയും വിരമിച്ച ജീവനക്കാരുടെ DA അലവൻസ് ഇനത്തിൽ ഏകദേശം 325 കോടി രൂപയും നൽകാനുണ്ട്. ഇതിനു പുറമെ വലിയ കൊട്ടിഘോഷങ്ങളോടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ വനിതകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി ഇനത്തിൽ 2000 കോടി രൂപയുടെ കുടിശ്ശിക കർണാടക സർക്കാർ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് നൽകാൻ ബാക്കിയുണ്ട്. അതായത് ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള ആവേശമൊന്നും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് അതിന്റെ കുടിശ്ശിക നൽകി തീർക്കാൻ ഉണ്ടാവുന്നില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ഇതിന് പുറമെ ഇന്ധന ചെലവിനത്തിൽ 1000 കോടി രൂപ നൽകാനുണ്ട്. അതിനൊക്കെ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം തൊഴിലാളികൾ ഉന്നയിക്കുന്നത് 2024 ജനുവരി മുതൽ വേതന പരിഷ്കരണം പ്രാബല്യത്തിൽ വരുത്തുക എന്നതാണ്. അതോടൊപ്പം എല്ലാ ഗതാഗത കോർപ്പറേഷനുകൾക്കും ക്യാഷ്ലെസ് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക എന്നൊരാവശ്യവും തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകൾ അടക്കമുള്ള തൊഴിലാളി യൂണിയനുകളുടെ ഒരു സംയുക്ത സമര സമിതിയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 38 മാസത്തെ ശമ്പള കുടിശ്ശിക എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ വളരെ വലുതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കർണാടക ഈ ഒരു മേഖലയിൽ മാത്രമാണോ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല കർണാടകയിൽ നേരിടുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് 2000-ഓളം ഡോക്ടർമാരുടെ ഒഴിവാണ്. ഇപ്പോഴും നികത്താതെ 2000-ഓളം ഡോക്ടർമാരുടെ ഒഴിവ് കർണാടകയിൽ ബാക്കി കിടക്കുന്നുണ്ട്. ഇത് കർണാടകയിലെ പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തന്നെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ പക്വതയില്ലാത്ത നയങ്ങളുടെയും അവരുടെ പദ്ധതികളിലെ പാളിച്ചകളുടെയും പ്രശ്നമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കർണാടക സർക്കാരിനെ നോക്കിയാണ് കേരളത്തിലെ സർക്കാർ പഠിക്കണമെന്ന് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ഇടയ്ക്കിടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും KSRTCയിൽ 1 മാസത്തെയോ 2 മാസത്തെയോ ശമ്പള കുടിശ്ശിക ഉണ്ടാകുമ്പോൾ കർണാടകയെ നോക്കി പഠിക്കൂ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ കർണാടകയിലെ റോഡ് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ 38 മാസത്തെ കുടിശ്ശിക എന്ന് കൊടുത്തു തീർക്കുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും കർണാടകയിലെ ഭരണം, കോൺഗ്രസിന്റെ ഭരണം, അത് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതാനും
ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയുടെ പേരിൽ ചില ഭൂമി കുംഭകോണ കേസുകൾ ഉയർന്നു വരികയും അതിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി എന്നതും വലിയ തോതിൽ കർണാടക സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം 31 മുതൽ അവിടുത്തെ തൊഴിലാളികളുടെ ഒരു അനിശ്ചിതകാല പണിമുടക്ക്, അതും ഒരു തൊഴിലാളി സംഘടനയുടെ പ്രഖ്യാപനമല്ലിത്, എല്ലാ തൊഴിലാളി സംഘടനകളുടെയും സംയുക്ത സമരസമിതിയുടെ പ്രഖ്യാപനമാണ്. അപ്പോൾ അത്തരത്തിലൊരു സമരം പ്രഖ്യാപിക്കപ്പെട്ട് നടപ്പാവുകയാണെങ്കിൽ അത് കർണാടകയെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും കർണാടക സർക്കാർ കൊടുമ്പിരി കൊണ്ട ശ്രമങ്ങൾ ഈ സമരത്തിൽ നിന്നും തൊഴിലാളികളെ പിന്തിരിപ്പിക്കാൻ നടത്തുകയാണ്. തൊഴിലാളി യൂണിയനുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.